നമ്മളെ ഈ കപ്പ ഒന്ന് പറിച്ചിട്ട് 4 മണിക്ക് ചായക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ഉണ്ടോയെന്ന് അറിയില്ല. ചെറിയൊരു കപ്പപ്പണിയാണ് കേട്ടോ. ഈ പാടത്തിന് കപ്പ നമുക്ക് ഉണ്ടോ കേട്ടോ. ഈ കൈക്കോട്ടം നടത്തില്ല ഒന്നും മണ്ണൊക്കെ ഒന്ന് മാറ്റി ചെറുതായിട്ടാണ് ഇതിലുണ്ടോ നോക്കുന്നത്. ഉണ്ടെങ്കിൽ നമുക്ക് പറിക്കാം. മണ്ണൊക്കെ ഇളക്കിയിട്ട് മാറ്റാം. രാസവളമൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. വെറും 90 മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. അത് ഒരു കപ്പ നിൽക്കുന്നുണ്ട്. ആ വശത്ത് കാടാണെന്ന് പൊട്ടി കൊടുക്കണം. ഇവിടെ മണ്ണൊന്ന് മാറ്റി കൊടുക്കാം അല്ലേ. മണ്ണായതുകൊണ്ടേ ഇങ്ങനെ മഴവെള്ളം കൊണ്ട് തന്നെ മാറ്റാം. നമുക്ക് ഉറപ്പുള്ള മണ്ണാണെങ്കിൽ പറ്റില്ല. അയ്യോ, വാവ്, കിട്ടി മക്കളെ, ഇന്നത്തേക്കുള്ളത് കിട്ടി. ഓ, ചെറുതാണെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നാച്ചുറലായിട്ട് വളർന്ന കപ്പ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. കഴുകി വൃത്തിയാക്കി കഴിച്ചാൽ മണ്ണല്ലേ. നമുക്ക് അമ്മൂട്ടി ഇത് ചെണ്ടക്കപ്പയോ വേണ്ട ഉടച്ച കപ്പയോ വേണ്ട? ചെണ്ടക്കപ്പ മതിയോ? ഇവിടെ ചെണ്ടക്കപ്പൻ്റെ ആൾക്കാരാട്ടോ. നമുക്ക് ചെണ്ടക്കപ്പി ചമ്മന്തി സെറ്റാക്കാം അല്ലേ. 4 മണിക്ക് കട്ടൻ ചായ, അതല്ലേ അതിൻ്റെ വൈബ്. ചെണ്ടക്കപ്പ എന്ന് പറഞ്ഞാൽ ഇതേപോലെ മുറിച്ചിട്ട് നമ്മൾ വേവിക്കും. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കണേന് കേട്ടോ ചെണ്ടക്കപ്പ എന്ന് നമ്മളിവിടെ പറയണത്. ഇത് ചെണ്ടൻ്റെ രൂപം ഉണ്ടല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയണത്. എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല. നമ്മുടെ ഇവിടെ ഇങ്ങനെ പറയും ചെണ്ടപ്പുഴുക്കെന്ന് പറയും കേട്ടോ. ചെറിയ കപ്പ ഇതിനെന്താക്കാം മദ്ദളോ ചെണ്ട പോലെ. അയ്യോ അത് പൊടിഞ്ഞു. എന്നാലും കുഴപ്പമൊന്നുമില്ല, കഴുകിയെടുക്കാം കേട്ടോ. എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ. നമ്മൾ രാസവളമോ വേറെ വളങ്ങളൊന്നും പ്രത്യേകിച്ച് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ അടുത്ത് നിന്ന് വരുന്ന ചാരം മാത്രം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ വെറുതെ ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഒരു നേരത്തേക്കൊക്കെ ചെറിയ ഫാമിലിക്കൊക്കെ ഒരു നേരത്തേക്ക് ഇഷ്ടം പോലെയായി. നമ്മളിത് മൊത്തമൊന്നും എടുക്കണില്ല കേട്ടോ. ഇത് മതിയില്ലാമോ? നമുക്ക് നാളത്തേക്ക് എടുത്ത് വയ്ക്കാം. ഇത് മതി, ഇത്രയും മതി. ചായക്ക് മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അതും ഇങ്ങനെ നേരാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് കപ്പയുടെ ടേസ്റ്റ് നോക്കാം. കുഴപ്പമില്ല, അടിപൊളി കേട്ടോ. കയ്പ്പൊന്നുമില്ല. ചില കപ്പകൾക്ക് കയ്പ്പുണ്ടോ, പക്ഷേ ഈ കപ്പയ്ക്ക് കയ്പ്പില്ല കേട്ടോ. വേര് ഭാഗത്തൊന്നും വേണ്ട. നമുക്കിത് കഴുകി എടുത്തിട്ട് വേവിക്കാം. പക്ഷേ നമ്മൾ അടുപ്പിൽ വെക്കാൻ പോകുന്നു കേട്ടോ. പണിയാണ്. ഇത് കത്തിക്കട്ടെ. ഈ കത്തി കിട്ടാൻ ഈ പേപ്പർ അടിയിൽ കത്തിച്ചിട്ടോ.
നമ്മുടെ കപ്പ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പിൽ വയ്ക്കുന്നുണ്ട്. അടച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ കപ്പ വേകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാന്താരിയൊക്കെ പറിച്ചിട്ട്, കാന്താരി കുറവായിട്ടോ, നിറയെ പറിച്ചതാണ്, ഒക്കെ കഴിഞ്ഞിരിക്കണം. എന്നാലും നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള കാന്താരി കിട്ടിയിട്ടുണ്ട്. ഇത് 2 വർഷമായ ഒരു തൈയാണ്, അതാണ് ഇതിങ്ങനെ കേട്ടോ. കുറച്ച് ഇത് മതി. ഒരു പച്ചമുളകുണ്ട്. കപ്പയൊക്കെ തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉള്ളിയാണ് റെഡിയാക്കി വെക്കാം കേട്ടോ, ചെറിയ ഉള്ളി. അപ്പോൾ നമ്മളെ കാന്താരി കുറച്ച് കിട്ടിയിട്ടോ. അതിൽ കൂടെ ഒരു പച്ചമുളക് ഉണ്ടായിരുന്നു ചെടിയിൽ, അതും പറിച്ചു. അപ്പോൾ ഇനി കുറച്ച് ചെറിയ ഉള്ളി നേരാക്കി വെക്കാം കേട്ടോ. ചെറിയ ഉള്ളി കാന്താരി കൂടി ഒരു ചതച്ച ചമ്മന്തി കപ്പയ്ക്ക്. അതല്ല നല്ലത്. നമ്മളെന്താ കറി അല്ല കപ്പയ്ക്ക് എന്താ ചമ്മന്തി വേണ്ടത്? കാന്താരി ചമ്മന്തിയോ മുളക് ചമ്മന്തിയോ? എനിക്കൊന്നും വേണ്ട. ഒന്നും വേണ്ടേ? വെറുതെ കഴിക്കുക? അത് ശരി. ശരി, ഇന്ന് ചമ്മന്തി ഉണ്ടാക്കണ്ട അല്ലേ? തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പ് ഇതിക്കിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാലോ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. അതായത് നമ്മുടെ കപ്പ വെള്ള കപ്പ, മഞ്ഞ കപ്പയാക്കാനുള്ള പരിപാടി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ മൂസേ? ഇല്ല, നന്നായി വരട്ടെ കേട്ടോ. നമ്മൾ ഉപ്പ്, ഉള്ളി, കാന്താരി എല്ലാം കൂടി ഇട്ട് ഇടിച്ച് കൊണ്ടിരിക്കുക കേട്ടോ. ചമ്മന്തിയൊക്കെ പോകണേ. ഇടിച്ച് ചമ്മന്തിയൊക്കെ എന്ന് പറയില്ലേ, അതാണ് സംഭവം. കൂടണോ? വേണ്ട. നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ മഴ വന്നപ്പോൾ തുണി എടുക്കാൻ പോയി. അപ്പോൾ നന്നായി ഒന്ന് വെന്തു കപ്പ. ഇതെന്തിനാ വീണ്ടും വെക്കണം? അതിൻ്റെ അടിയിൽ നമ്മൾ എത്ര വാർത്താലും വെള്ളം ഉണ്ടാവും. അപ്പോൾ ഒന്ന് വറ്റി വരാൻ മതി, അത്ര നേരം മതി. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായയും കൂടി വെച്ചാൽ റെഡി. നമ്മുടെ കട്ടൻ ചായ, ചൂട് കട്ടൻ ചായ, നമ്മുടെ കപ്പ. ചായ. ഇനി നമ്മുടെ ചമ്മന്തി ഇത് ചതച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്യാൻ പോണേ. ചമ്മന്തി കുറച്ചും കൂടി ഉപയോഗിക്കാം. വെള്ള കളർ കാന്താരി ആയതുകൊണ്ട് കേട്ടോ, കളറില്ലാത്ത ചമ്മന്തിക്ക്. ഇപ്പോൾ ആവശ്യത്തിനിപ്പം നന്നായി വെന്ത കപ്പയും പുറത്ത് ചാറ്റൽ മഴയും. ഇതവിടെ ഒരാൾ മേവെന്ന് പറയണം. ഉച്ചക്കുട്ട കപ്പ വേണോ? വാ, മീനില്ല കേട്ടോ, കപ്പയും ചമ്മന്തിയാ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, താങ്ക് യു.